ജില്ലയിലെ 3 മുന്നണികൾക്കും ഒട്ടേറെ രാഷ്ട്രീയ പാഠങ്ങൾ പകർന്നു നൽകുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. സംഘടനാപരമായ തിരുത്തൽ നടപടികളിലേക്ക് ഇനി നേതൃത്വത്തിന് നീങ്ങേണ്ടി വരും. സംസ്ഥാനമാകെ വീശിയടിച്ച UDF തരംഗത്തിലും ജില്ലയിലെ 13 സീറ്റിൽ 9 നേടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ഇടതുമുന്നണി. എങ്കിലും വോട്ട് വിഹിതത്തിലുണ്ടായ കുറവ് CPM, CPI നേതൃത്വങ്ങളെ ഉലച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം നൽകി വോട്ട് കണക്കുകളിലെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുപിടിക്കാൻ കഴിയില്ല. ജില്ലയിൽ ഉയർന്നുവന്ന കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ നേതൃത്വം സ്വീകരിച്ച നിലപാടും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും CPM നേതൃത്വം കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. CPM നേതാക്കൾ സ്വീകരിച്ച നിലപാടുകൾ ന്യൂനപക്ഷ വോട്ടുകളെ ഇടതിൽ നിന്ന് അകറ്റുകയും ചെയ്തു. ക്ഷേമരംഗത്തെ നേട്ടങ്ങൾ ഒരു വിഭാഗത്തെ ഇടതുമുന്നണിയോട് അടുപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വികസന രംഗത്തെ അവകാശവാദങ്ങൾ എത്രത്തോളം ജനം വിശ്വാസത്തിലെടുത്തു എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. 1 നിന്ന് 4 സീറ്റെണ്ണം ഉയർത്തിയെന്ന് അഭിമാനിക്കുമ്പോഴും ജില്ലയിലെ UDF നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് ചേർക്കലടക്കമുള്ള സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ ഊർജിതമായി നടത്തിയിരുന്നെങ്കിൽ 3 മണ്ഡലങ്ങൾ കൂടി അക്കൗണ്ടിൽ ചേർക്കാമായിരുന്നുവെന്ന് നേതൃനിരയിലെ ചിലർ തന്നെ അടക്കം പറയുന്നു. 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം വൈകിയതിനെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിലെ പാളിച്ചകളെയും മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നു. മണലൂരിന്റെ മനസ്സിൽ TN പ്രതാപന് ഇടം നേടാനാകാതെ പോയതും ചേലക്കരയിലെ സ്വതന്ത്ര പരീക്ഷണം പാളിയതും വരും ദിവസങ്ങളിൽ തുടർ ചർച്ചകൾക്ക് വഴിമരുന്നിടും. തൊട്ടതെല്ലാം പിഴച്ച BJPക്ക് ജില്ലയിൽ ആശ്വസിക്കാനൊന്നുമില്ല. തൃശൂരിൽ പത്മജ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മണലൂരിലും പുതുക്കാടും പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടായില്ല. ഗുരുവായൂരിൽ B. ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകൾ തിരിച്ചടിക്കുകയും ചെയ്തു. 2020ക്കും BDJSനും നൽകിയ അമിത പ്രാധാന്യം തിരിച്ചടിയായെന്ന അഭിപ്രായം BJP നേതൃനിരയിൽ ശക്തമായിട്ടുണ്ട്. എന്തായാലും BJPയിൽ സംഘടനാപരമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇങ്ങനെ ജില്ലയിലെ മുന്നണി രാഷ്ട്രീയത്തിൽ വിവാദങ്ങളുടെ മലരികളും ചുഴികളും തീർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തുവന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV.